എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഒനിയൻ റൈസാണ് ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ചൂടായ നെയ്യിലേക്ക് 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് നിലക്കടലയും 5-6 കാഷ്യൂ നട്ട്സും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നീളത്തിലരിഞ്ഞ 2 മീഡിയം സൈസ് സവാള ഇട്ട് കൊടുക്കാം. സവാള നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. 2 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസും ചേർത്ത് നല്ലോണം മിക്സ് ആക്കി എടുക്കാം. ഇനിയാണ് ചോറ് ചേർക്കേണ്ടത്. ചോറും മസാലയും നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. ഇനി സ്റ്റൗ ഓഫാക്കാം. ഇനി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ഹെൽത്തി ഓനിയൻ റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വിശേഷ ദിവസങ്ങളിലൊക്കെ ബിരിയാണിയും നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് ഇതുപോലെ ഒരു ഹെൽത്തിയും നല്ല ടേസ്റ്റിയും സിമ്പിളുമായ ഓനിയൻ റൈസ് ട്രൈ ചെയ്യണേ. നട്ട്സും നെയ്യൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.